നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നന്ദിനെ ഇട്ടിച്ച് മാധുരിയുടെ പുറകെ പോയ ആളാ ഇദ്ദേഹം. ഇപ്പൊ നന്ദിനിക്ക് വയ്യാതായപ്പോ വേലക്കാരിയുടെ പുറകിലും. എന്റെ ജയറാമ ഭയങ്കര. എന്തു പറയാനാ, കുടുംബവിളക്ക് ക്യാൻസർ ആയിട്ട് അകത്ത് കട്ടില് വളഞ്ഞു കിടക്കുവാ. കുടുംബവിളക്കോ? അതാരാ? നന്ദിനി മാഡം. അവളെ ഞങ്ങള് പേഷ്യന്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന വിവരം ഇവക്ക് അറിയില്ലല്ലോ. ചേച്ചി, ഈ നന്ദിനിയുടെ വിവരങ്ങളൊക്കെ ചേച്ചി അറിഞ്ഞതല്ലേ? അതെ, ഞാൻ എത്രയോ ദിവസം മുമ്പേ അറിഞ്ഞതാ. ചേച്ചി, ഈ നന്ദിനി ഉടനെ എങ്ങാനും ചാവോ ചേച്ചി? അതിലെന്താ സംശയം? അവൾ ഏറിയാൽ ഒരു 2 ആഴ്ച, അതിനകം തട്ടിപ്പോവും. അയ്യോ, നീ മറ്റ് വിവരങ്ങളൊക്കെ പറ മാലതി. ഇവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു. ഏത് നേരവും ഫോണിൽ തന്നെ. ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാവേ. ശരി. എന്താടി മറ്റുള്ളൊരു ഫോണിൽ സംസാരിക്കുമ്പോ മുന്നിൽ വന്ന് വായും പൊളിച്ചു നിൽക്കുന്നേ? ഞാനൊരു കാര്യം പറയാൻ വന്നതാ മാഡം. കാര്യം പറയുന്നൊക്കെ അവിടെ നിക്കട്ടെ. ഞാൻ ഫോണിൽ സംസാരിച്ച നീ കേട്ടോ? കുറച്ചൊക്കെ ഞാൻ കേട്ടു. കേട്ടോ? നിന്നോട് ആര് പറഞ്ഞു കേക്കാൻ? അറിയാതെ കേട്ടു പോയതാ. കേട്ടോക്കെ നീ ഇവിടെ ആരോടെങ്കിലും പറയോ? ഞാൻ കേട്ടൂന്നേ ഉള്ളൂ, എനിക്കൊന്നും മനസ്സിലായില്ല മാഡം. അഥവാ നീ ഇത് ആരോടെങ്കിലും പറഞ്ഞ നിന്റെ മരണമായിരിക്കും. ഓർമ്മയിലിരിക്കട്ടെ. ഇവരെന്തൊക്കെയാ പറയുന്നേ? ഒരേ ഒരു മോളേ ഉള്ളൂ മാഡം എനിക്ക്. അവള് സ്കൂളിൽ പഠിക്കുക. ഫീസ് കൊടുക്കാൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 5000 രൂപ തരണം മാഡം. പണ്ട് മുതലേ നിന്റെ തരികിട ഇതാ. ഓരോ ഉടായ്പ പറഞ്ഞ് ഇവിടുന്ന് കാശ് മേടിക്കും. ഞാനിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ ഇങ്ങനെ ആരും ചെയ്യാറില്ല. നിന്റെ കണക്കെടുത്ത് നോക്കിയാ അറിയാം. ഒത്തിരി രൂപ അഡ്വാൻസ് ഉണ്ട്. അങ്ങനൊന്നും പറയല്ലേ മാഡം, ഒരു അത്യാവശ്യം ആയതുകൊണ്ടല്ലേ. നന്ദിനി മാഡം സുഖമില്ലാതെ കിടക്കുന്നോണ്ടാ ഞാൻ മാഡത്തിനോട് വന്ന് ചോദിച്ചത്. അത് ശരി. അപ്പൊ ഞാൻ ചെമ്പകമംഗലത്ത് ഒരു അധികാരവും ഇല്ലാത്ത മരുമകളാണെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലടി, അല്ലേ? കാണിച്ചു തരാം ഞാൻ. നിന്റെ ഇവിടുത്തെ ചീട്ട് വെട്ടാനുള്ള നേരമായി. എന്താ മാലതി പ്രശ്നം? എന്താ ഇവിടെ വഴക്ക്? പറ. ഇവള് നനഞ്ഞിടം കുഴിക്ക വല്യേട്ടാ. അനങ്ങിയാൽ ഇവള് കാശ് ചോദിക്ക. ഇപ്പൊ 5000 രൂപ വേണോന്ന്. ഞാൻ ശമ്പളം അഡ്വാൻസായി ചോദിച്ചതാ സാർ. എന്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കാനാ. നീ എന്തിനാ നിന്റെ മകളെ കൊണ്ട് വലിയ CBSE സ്കൂളിൽ ചേർത്തത്? വല്ല സർക്കാർ സ്കൂളിൽ ചേർത്താ പോരായിരുന്നോ? എന്താ മാലതി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കുട്ടിയെ ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? ഏട്ടാ, നന്ദിനി മാഡത്തോട് ചോദിച്ചെങ്കിൽ എനിക്ക് കാശ് തരുമായിരുന്നു. സുഖമില്ലാത്ത ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ പോയി ചോദിക്കും സാർ? നന്ദിനി വാരിക്കോരി തരും. അതിന് അവൾക്കെന്താ? കാശ് ചെമ്പകമംഗലത്തിന്റെ അല്ലേ? മായമ്മയ്ക്കിപ്പോ എത്ര രൂപയാ വേണ്ടത്? മായമ്മ തേനൂറുന്ന വിളി. 4250 രൂപയാ ഫീസ്. എനിക്കൊരു 5000 രൂപ കിട്ടിയാൽ മതി സാർ. വല്യേട്ടനോട് നീ കാശ് ചോദിക്കരുത്. ഇവിടെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കാശ് കൊടുക്കുന്നത് നന്ദിനി എടുത്തിയാ. അതൊന്നും സാരമില്ല മാലതി, കാശ് ഞാൻ കൊടുക്കാം. ഏട്ടാ,
ഇതാ 10,000 രൂപയുണ്ട്. കൊണ്ടുപോയി കുഞ്ഞിന്റെ ഫീസ് അടയ്ക്ക്. 10,000? ദേ, അയ്യോ സർ, ഇത്രയും രൂപ ഒരുമിച്ച് തന്നാ കടം വീട്ടാൻ ഒരു 2-3 മാസം എടുക്കും. കടത്തെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട. ഇതൊരു അത്യാവശ്യം വന്നപ്പോ നിങ്ങൾക്ക് ഞാൻ തരുന്നതാ. ഓ, അത് ശരി. ഈ ലോകത്ത് എല്ലാവരും പരസ്പരം കടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. ദാ, ചെന്ന് കുട്ടിയുടെ ഫീസ് അടയ്ക്ക്. മേടിക്ക്. അവിടെ ചെന്ന ഒരു മുറിയുണ്ട്, അവിടെ ചെന്ന് കിടന്നു. നന്ദിയുണ്ട് സർ. $5,000 ചോദിച്ചപ്പോ 10,000. ഇത് കാര്യം വേറെയാ. ബെസ്റ്റ്. ഈ വലിയേട്ടൻ ആള് കൊള്ളാലോ. തണുത്ത് വിറച്ച് കിടന്നപ്പോ ബെഡ്ഷീറ്റ് കൊണ്ടു കൊടുക്കുന്നു, മകളെ പഠിപ്പിക്കാനായിട്ട് കാശ് കൊടുക്കുന്നു. ഇത് ലക്ഷ്യം വേറെ തന്നെയാ. നന്ദിനെ ഇട്ടേച്ച് മാധുരിയുടെ പുറകെ പോയ ആളാ ഇദ്ദേഹം. ഇപ്പൊ നന്ദിനിക്ക് വയ്യാതായപ്പോ വേലക്കാരിയുടെ പുറകിലും. എന്റെ ജയറാമ ഭയങ്കര. നമ്മുടെ പ്ലാനിംഗ് എല്ലാം വളരെ സക്സസ് ആവുന്നുണ്ട്. പക്ഷേ തീരെ സ്ലോയാ. നന്ദിനിയെ നമ്മൾ ഒറ്റയടിക്കല്ലോ രോഗിയാക്കുന്നത്, പതുക്കെയല്ലേ. വാള് കണ്ടെത്താനും മീനാക്ഷിയെ കാർത്തിയുമായിട്ട് പിണക്കി ഇവിടെ എത്തിക്കാനുള്ള ഓപ്പറേഷന് നമ്മൾ തന്നെ ഇട്ടിരിക്കുന്ന ടൈം 21 days ആണ്. അപ്പോ എല്ലാം സ്ലോ ആയിട്ടേ നടക്കൂ. വാൾ അവിടെ നിന്ന് എടുക്കണം. അതാണ് നമ്മുടെ സുപ്രധാന ലക്ഷ്യം. ആരാ ഈ നേരത്ത്? ഇന്ദ്രശി, ഞാനിവിടുന്ന് മാറണോ? എന്തിന്? നീ അവിടെ നിൽക്ക്. ഏത് കോടാലിയാണെങ്കിലും ഞാൻ കൈകാര്യം ചെയ്തോളാം. അയ്യോ, ആരിത്? അപ്പാര് സർപ്രൈസ്. എടാ, നോക്കിത് ആരാ വന്നിരിക്കുന്നേന്ന്. അത് ശരി, ഇവര് തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. എന്നിട്ട് ഈ ചേച്ചി എന്നോട് നുണ പറഞ്ഞു. ഇവനും ഇവളും തമ്മിൽ മുടിഞ്ഞ അഡ്ജസ്റ്റ്മെന്റാ. എന്നിട്ട് ഇവൻ എന്നോട് കള്ളം പറഞ്ഞു. ഇതെന്താ ആങ്ങളെയും പെങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നേ? ചേച്ചി അനിയനെയും അനിയൻ ചേച്ചിയെയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല ഇന്ദ്രേച്ചി, ഇവിടെ വരാറുണ്ടെന്ന് ഇവ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ചേച്ചിയും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. ആ, അത് നിങ്ങളുടെ വിശ്വസ്തത. മറ്റൊന്ന് എന്റെ സംഘാടക മികവ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.